ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഇത്രയും നാളും നമ്മുടെ വേണുവേട്ടൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് വളരെ അനുസരണയുള്ള ഒരു ഭാര്യയായിട്ട് നല്ല സ്നേഹത്തോടെയും പെരുമാറിക്കൊണ്ടിരുന്ന നമ്മുടെ രാധമ്മയുടെ സ്വഭാവം മാറിയത് എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ. നല്ല തൻ്റെടത്തോടെയും അഹങ്കാരത്തോടെയും വേണുവേട്ടന്റെ മുഖത്ത് നോക്കി രാധമ്മ പറയുക, രാജുവിനെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ ഈ രമ്യയും രാജുവായിട്ടുള്ള കല്യാണമേ നടക്കൂ. ഇതിനാരൊക്കെ എതിർത്താലും ഞാൻ നടത്തിയിരിക്കും. രാധമ്മയുടെ ഈ മാറ്റം വേണുവേട്ടനെയും വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞ് വേണുവേട്ടനെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. പുലി പതുങ്ങിയിരിക്കുന്നത് ഇരയെ പിടിക്കാനാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും നാളും നമ്മുടെ രാധമ്മ പതുങ്ങിയിരുന്നത് നമ്മുടെ വേണുവേട്ടനിട്ട് ശരിക്കും നല്ല പണി കൊടുക്കാനാണെന്ന് തോന്നുന്നു. വേണുവേട്ടൻ പറയുന്നു, ശരിയടി നമുക്ക് കാണാവടി. അതേ ടോണിൽ തന്നെ രാധമ്മയും പറയാം, അതെ നമുക്ക് കാണാം എന്നിങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് രാധമ്മ അങ്ങ് അകത്തോട്ട് കയറി പോവാണ്. വേണുവേട്ടനാകെ കലിപൂണ്ട് നിന്ന് വിറയ്ക്കുവാണ്. രമ്യയുടെ ആ നോട്ടവും ഭാവവും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വേണുവേട്ടനെ സഹിക്കാൻ പറ്റുന്നില്ല. വേണുവേട്ടൻ ദേഷ്യത്തോടെ രമ്യയോട് പറയുവാണ്, ഇത് ഞാൻ വാടകയ്ക്കെടുത്ത വീടാണ്. ഈ വാടകയ്ക്കെടുത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒഴിയുന്നത് വരെ ഇനി നിനക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇനി നിനക്ക് ഈ വീട്ടിൽ കയറണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. നിന്നേക്കാൾ പ്രായമുള്ള ഒരു മോൾ എനിക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് നിന്നോട് പറയാം, ഇവിടുന്ന് നീ ഇറങ്ങിക്കോണം. വേണുവേട്ടൻ ഇങ്ങനെയൊന്നും പറയുമെന്ന് വിചാരിച്ചില്ല. രമ്യയും പ്രിയയും ജയനും കൊച്ചമ്മണിയൊക്കെ അവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് വേണുവേട്ടനെ തന്നെ. രമ്യ ജയനെയും പ്രിയയും കൊച്ചമ്മണിയും ഒന്ന് നോക്കിയിട്ട് ധൈര്യത്തെ പറയുക, എൻ്റെ കല്യാണം നടക്കും. എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് രാജുവായിരിക്കും. അതിനാർക്കും ഒരു സംശയവും വേണ്ട. അവിടെ ആ അഹങ്കാര വർത്തമാനോടെ കേട്ട് കഴിഞ്ഞപ്പോൾ വേണുവേട്ടന്റെ സകല നിയന്ത്രണവും വിട്ട് ഇറങ്ങി പൊടി ഇവിടുന്ന് എന്നും പറഞ്ഞ ഒരൊറ്റ അലർച്ച. ആ അലർച്ചയിൽ നമ്മുടെ കൊച്ചമ്മണി വരെ ഞെട്ടി വിറച്ചുപോയി. രമ്യ നാണം കെട്ടെങ്കിലും അവള് രുക്മിണിയുടെ മോളല്ലേ, അവൾക്ക് ആ തൻ്റെ ഇടം കാണുമല്ലോ. ആ തൻ്റെ ഇടത്തോളം തന്നെ അവള് വേണുവേട്ടനെ ഒന്ന് സൂക്ഷിച്ച് തൂറിച്ചൊക്കെ നോക്കിയിട്ട് അവൾ അങ്ങ് ഇറങ്ങി പോവുകയാണ്. രമ്യ പോകുന്നൊന്നൊക്കെ കൊച്ചമ്മണിയും ജയനും പ്രിയയും ഇങ്ങനെ വിഷമിക്കുവാണ്. അയ്യോ, അവർക്ക് കിട്ടാനുള്ള നിധിയാണല്ലോ പോകുന്നത്. രമ്യ എങ്ങാനും പിണങ്ങിപ്പോയാൽ പറഞ്ഞതൊക്കെ ഇനി തരാതെ പോകുമോ എന്നുള്ള വെപ്രാളത്തിൽ നിൽക്കുവാണ്. നമ്മുടെ വേണുവേട്ടൻ അതൊക്കെ നല്ലതുപോലെ മനസ്സിലായി. വേണുവേട്ടൻ ഇങ്ങനെ തറപ്പിച്ച് ദേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ പെട്ടെന്ന് അങ്ങ് റൂമിനകത്തോട്ട് ഓടിപ്പോവുകയാണ്. രാജു വരുന്നതും കാത്ത് നമ്മുടെ സരസ്വതി അമ്മയും ഋതികയും അപ്പവും യാമിനിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുവാണ്. ഋതികയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട്. രാജു വന്നിനി എന്തായിരിക്കും പറയുന്നത്? അമ്മാമ്മ പറയുന്നത് രാജു അനുസരിച്ചില്ലെങ്കിൽ അമ്മാമ്മയ്ക്കും സങ്കടമാവുമല്ലോ എന്നാകെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഋതികയും അപ്പവും. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ രാജുവിനെ തന്നെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അയ്യോ, എന്ത് പറയാനായിരിക്കും എന്നെ വിളിപ്പിച്ചത് എന്നൊരു ടെൻഷൻ രാജുവിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. സരസ്വതി അമ്മ ചോദിക്കുന്നു, എന്താ ഞാൻ വിളിപ്പിച്ചതിൽ വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അയ്യോ ഇല്ല മാഡം എന്നിങ്ങനെ രാജു പറയുവാണ്. രാജുവും കുടുംബവും ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് രാജുവിന് അറിയാവോ? അത് രാജുവിന് അറിയില്ല. രാജുവിൻ്റെ അച്ഛൻ വേണുവിനോട് ചോദിച്ചാൽ അറിയാം. രാജു പെട്ടെന്ന് ഋതികയുടെ മുഖത്തോട്ട് നോക്കുവാണ്. സങ്കടത്തോടാണ് ഋതിക ഇങ്ങനെ രാജുവിനെ നോക്കി നിൽക്കുന്നത്. രാജുവിൻ്റെ അച്ഛനും ഋതുമോടച്ഛൻ പ്രതാപനും കൂടി ചേർന്നാണ് നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത്. അതും എൻ്റെ അറിവോടെ. എൻ്റെ അറിവോടെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വേണുവിനോട് നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നു. രാജു അത് കേട്ടങ്ങ് അമ്പരന്ന് ഋതിയെ നോക്കുവാണ്. ഇതൊക്കെ എപ്പോഴാണ് നടന്നത്? ഇതൊന്നും രാജു അറിഞ്ഞിരുന്നില്ല. രാജു ഇത്രയും നാളും ഋതുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടന്നതല്ലയോ? അതേ മേഡം. രാജുവിന് ഋതികയോട് സ്നേഹമില്ലയോ? സങ്കടത്തോടെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന ഋതികയുടെ മുഖത്തോട്ട് രാജു ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. രാജുവിന് സങ്കടവും ഫീലിങ്സ് എന്തൊക്കെയോ വരുന്നുണ്ട്. ഋതികയുടെ കണ്ണിൽ കണ്ണുനീർ പൊടിഞ്ഞാൽ രാജുവിന് സഹിക്കാൻ പറ്റില്ല. അവൻ പറയുന്നു, സ്നേഹമുണ്ട് മേഡം. പിന്നെ എന്താ രാജു ഋതുമോളോട് കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞത്? രാജു അപ്പോഴും ഋതികയെ തന്നെ നോക്കുവാണ്. നിങ്ങൾക്ക് ഒരു ജീവിതം വേണ്ടായോ രാജു? ഇവളുടെ സംരക്ഷകനായി നീ നടക്കുന്നതുകൊണ്ടാണ് ഋതുമോൾക്ക് നിന്നോട് സ്നേഹം തോന്നിയതും ഋതുമോൾക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നും തോന്നിയത്. അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രാജു? ഒരിക്കലും ഇല്ല മേഡം. എങ്കിൽ രാജു ഇനി മേലാൽ ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞ് ഋതുമോളെ നീ വേദനിപ്പിക്കരുത്. എൻ്റെ ഋതുമോളെ രാജു വിവാഹം കഴിക്കണം. എൻ്റെ ഋതുമോളുടെ മനസ്സ് മാറ്റി കുറേ നാൾ കഴിഞ്ഞ് മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാനേ ഇവളെ അങ്ങ് കൊണ്ടുപോകും, എൻ്റെ തറവാട്ടിലോട്ടോ അല്ലെങ്കിൽ അങ്ങ് കൽക്കട്ടായിലോട്ടോ. സരസ്വതി അമ്മ അങ്ങനെ പറഞ്ഞതും രാജു അങ്ങ് ഞെട്ടി വിഷമിച്ച് ഋതികയെ തന്നെ ഇങ്ങനെ വെപ്രാളത്തോടെ നോക്കുവാണ്. ഇത് നമ്മുടെ സരസ്വതി അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. സരസ്വതി അമ്മ ചോദിക്കുക,
ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്താ രാജു ഒന്ന് ഞെട്ടിയത്? അപ്പോൾ രാജുവിന് ഋതിക മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അമിതമായ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഋതുമോള് വലിയ തറവാട്ടിലെ കുഞ്ഞല്ലേ, ഞാനായിട്ട് പിന്നെ എന്തിനാ ഈ കൊച്ചിന്റെ ജീവിതം തകർക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് രാജുവിന്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല രാജു. ഋതുമോളെ കല്യാണം കഴിക്കുന്ന രാജു ഒരു ഭാഗ്യവാന്. അതുകൊണ്ട് രാജു ഇനി എതിരൊന്നും പറയരുത്, നിങ്ങളുടെ കല്യാണം നടക്കണം. രാജു എന്തു പറയുന്നു? രാജു ഇങ്ങനെ ഋതികയെ തന്നെ നോക്കി നിൽക്കുവാണ്. ഋതികയുടെ ആ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളിലോട്ട് ആ സങ്കടത്തോടെ നിൽക്കുന്ന ആ നോട്ടമൊക്കെ കണ്ടിട്ട് രാജുവിന് സഹിച്ചില്ല. അത് കണ്ടിട്ട് രാജു അങ്ങ് സമ്മതിക്കുവാണ്. അപ്പൊ സരസ്വതി അമ്മയ്ക്ക് സന്തോഷമായി. എന്നാൽ ഇനി രാജു പൊയ്ക്കോ എന്ന് പറയുവാണ്. ഋതികയോട് സരസ്വതി അമ്മ പറയുന്നു, മോളിനി സമാധാനമായിട്ടിരുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും. അംബിക ഇങ്ങനെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആർക്കൊക്കെ എന്തൊക്കെ പണി കൊടുക്കണം, ആരുടെയൊക്കെ സ്വത്തുക്കൾ തട്ടിയെടുക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും. അപ്പോൾ ദീപക് അങ്ങോട്ട് ഓടി വന്നിട്ട് പറയാ, അമ്മേ ബ്രെയിൻ വാഷ് ചെയ്യാനാണെന്ന് തോന്നുന്നു, ആ കിളവി അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആ ഡ്രൈവറുടെ മകനെ. ഡ്രൈവറുടെ മകനോ? പിന്നെ ഞാൻ അവനെ എന്ത് വിളിക്കണം? ആ രാജുവിനെ? അവനെ രാജു എന്നോ രാജു സാറോ എന്നൊന്നും വിളിക്കാൻ എന്നെ കിട്ടില്ല. അവനെ കാണുമ്പം തന്നെ എന്റെ കൈ ധരിക്കുക. എന്റെ പൊന്നുമോനെ, നീ ഒന്ന് അടങ്ങ്. അവനെ തെരുവിലിട്ട് ഗുണ്ടകൾ തല്ലിക്കൊല്ലുന്ന കാഴ്ച നിന്നെ ഞാൻ കാണിച്ചു തരാം. അത് പോരെ നിനക്ക്? എനിക്കത് മാത്രം കണ്ടാ മതിയമ്മേ. എന്നിട്ട് അവൻ സന്ധി സംഭാഷണം കഴിഞ്ഞിട്ട് പോയോ? അവിടെയും കണ്ടില്ല. പോയി കാണും അവൻ. സൂര്യമംഗലം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയല്ല, ഇനി ലണ്ടൻ കൊട്ടാരത്തിലെ രാജകുമാരി വന്ന് പറഞ്ഞാലും ആ രാജു ഋതികയെ കല്യാണം കഴിക്കത്തില്ല. അവൻ ഋതികയെ കല്യാണം കഴിച്ചോണ്ട് പോകുമെന്ന് കുറെ നാളുകൾക്ക് മുമ്പ് വരെ ഞാനൊന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവൻ അതിനുള്ള ഗട്സ് ഒന്നും ഇല്ലടാ. അവൻ ആ രമ്യയോടായിരിക്കും ഇഷ്ടം. അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ലടാ അവൻ. ആ രാജുവേ, എന്റെ മോനെ, നിന്നെപ്പോലൊരു ടൈപ്പ് ആയിരുന്നെങ്കിലേ ആ രമ്യയ്ക്കും ഈ ഋതിയയ്ക്കുവേ ഇപ്പൊ ഈ 2 കുഞ്ഞുങ്ങളെ വീതം കണ്ടേനെ. അവന് രണ്ട് കാര്യമേ അറിയാവുള്ളൂ. ഒന്ന് കുടുംബം നോക്കണം, പിന്നെ പ്രതാപന്റെ പുറകെ ഇങ്ങനെ വാലാട്ടിപ്പട്ടിയെ പോലെ ഇങ്ങനെ നടക്കണം. അമ്മേ, അപ്പോൾ ഈ കല്യാണം നടക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ എന്താടാ നിനക്കൊരു സംശയം? എടാ, അവൾ നിന്റെ പെണ്ണാണ്. അവളെ ഒരു ദിവസം ഞാൻ നിനക്ക് കല്യാണം കഴിച്ച് തന്നിരിക്കും. രാധമ്മയ്ക്ക് ഇപ്പൊ ഭയങ്കര ധൈര്യവും തൻ്റെ ഒക്കെ ആയി പോയില്ലയോ? രാധമ്മ ഇപ്പൊ ആരോടും പറയാതെ രുക്മിണിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. രുക്മിണി വരുന്ന കണ്ടോണ്ട് പെട്ടെന്ന് സന്തോഷത്തോടെ രമ്യ അങ്ങോട്ട് ചെല്ലുവാണ്. അമ്മേ, ദേ രാധമ്മ വന്നിരിക്കുന്നു എന്നിങ്ങനെ സന്തോഷത്തോടെ വിളിച്ചു പറയുവാണ് രമ്യ. രാധമ്മയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ധൈര്യമൊക്കെ ആയിക്കഴിഞ്ഞ് രാധമ്മ രുക്മിണിയോട് പറയുക, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചെറുക്കന്റെ വീട്ടിൽ നിന്നേ കാരണവന്മാര് വന്ന് പറയേണ്ട ഒരു കാര്യമാ വിവാഹ നിശ്ചയം. ഇപ്പൊ കാരണവന്മാരില്ലല്ലോ. വരന്റെ അച്ഛനാണെങ്കിൽ ഇപ്പൊ ശത്രുവാണ്. രുക്മിണി അത് കേട്ടിട്ട് പറയാം, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല രാധമ്മേ. രാജു മാത്രം നമ്മുടെ സൈഡ് നിന്നാ മതി. മറ്റുള്ളവരെ എതിർക്കുന്നെങ്കിൽ അങ്ങ് എതിർത്തോട്ടെ. ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് രാജുവും രമ്യയും കൂടെ അല്ലയോ? നമുക്കിവരുടെ കല്യാണം നടത്തി കൊടുക്കണം രാധമ്മേ. രാധമ്മയുടെ വീട്ടിലെ കൂട്ട് തന്നെ ഇവിടുത്തെ സ്ഥിതി. ഒരു മാറ്റവും ഇല്ല. രമ്യയുടെ അച്ഛൻ എന്നോട് ഇവിടുന്ന് വഴക്കിട്ട് പോയിരിക്കുക. ഈ കല്യാണത്തിന് എന്നെ പങ്കെടുക്കുമെന്നും തോന്നുന്നില്ല. രാധമ്മ ചോദിക്കുന്നു, അയ്യോ രവിയേട്ടൻ എന്തിനാ വഴക്കിട്ട് പോയത്? വെറും നിസ്സാരക്കാരിയോ രാധമ്മേ? ഒരുത്തിന് 2 ലക്ഷം രൂപ പലിശയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അവനാണെങ്കിൽ ഒരു പേരെടുത്ത ഗുണ്ടായിവ. അവന്റെ അടുത്തോട്ടങ്ങനെ ഞാൻ പലിശ ചോദിച്ച് ചെന്നാലേ അവൻ വടിവാളെടുക്കും എന്നെ വെട്ടാൻ. അവന് ഞാൻ കാശ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതാ. അന്ന് എന്നോട് പിണങ്ങി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുമില്ല. എന്റെ കാര്യം ഇതിനേക്കാൾ കഷ്ടമാ രുക്മിണി. ഞാൻ എന്ത് ചെയ്തിട്ടാ വേണുവേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പിണങ്ങുന്നതെന്ന് എനിക്കറിയില്ല. രമ്യ പറയാ, അതെങ്ങനെയാ? വേണുവെങ്കലിനെ ആ ഋതിയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുവല്ലയോ? അല്ല രാധമ്മേ, വേണുവേട്ടൻ ഒരു തരത്തിലും മയപ്പെട്ട് വരുന്നില്ല. ഇല്ല രുക്മിണി, വല്ലാത്ത വാശിയില്ല. രാജുവും ഋതിയേയും തമ്മിലുള്ള കല്യാണം നടത്തുമെന്നും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിരിക്കുക. എന്നാൽ പിന്നെ ഞാനും പിന്നോട്ടില്ലെന്ന് ഞാനും പറഞ്ഞു. മത്സരിക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടല്ല രുക്മിണി. എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാകണം. രാധമ്മയുടെ ഭാഗവാ ശരി. രാധമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പിന്നെ വേണുവേട്ടന്റെ ഈ കലിയും ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടല്ലോ, അത് ഇവരുടെ കല്യാണം കഴിയുമ്പോൾ കുറേശ്ശെ അങ്ങ് മാറിക്കോളും. ഇനിയിപ്പോ മാറിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇത്രയും നാളും ഒരേ മനസ്സോടെ ജീവിച്ചു. ഇനി ഇങ്ങനെ ആകാനാണ് വിധിയെങ്കിൽ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. രാധമ്മയുടെ ഈ അഹങ്കാര തീരുമാനം കണ്ട് സന്തോഷം കൊണ്ട് രമ്യ പറയുക, രാധമ്മേ ഞാനൊരു കാപ്പി എടുക്കട്ടെ? കാപ്പി ഒന്നും ഇപ്പൊ വേണ്ട മോളെ, വിവാഹ തീയതി തീരുമാനിക്കാനാ ഞാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്. ഈ വരുന്ന ഞായറാഴ്ച ഒരു മുഹൂർത്തമുണ്ട്. ഞാൻ ജ്യോത്സ്യരോട് ചോദിച്ചപ്പോ പറഞ്ഞതാ, പക്ഷെ ഞാൻ കുറിപ്പിച്ചിട്ടൊന്നുമില്ല. എന്താ രുക്മിണിയുടെ അഭിപ്രായം? അന്ന് നമുക്കങ്ങ് നടത്തിയാലോ? അതിനെന്താ നടത്താൻ രാധമ്മേ. ഭയങ്കര സന്തോഷത്തിലാണ് രുക്മിണിയും രമ്യയും. രാധമ്മ അങ്ങ് മുഹൂർത്തം കുറിപ്പിച്ചോളൂ. മുഹൂർത്തം എപ്പോഴെന്നാ പറഞ്ഞത്? 10-നും 10:30ക്കും ഇടയ്ക്കാ.
രുക്മിണി പറയാ, ഞായറാഴ്ച ആകുമ്പോൾ 8-ാം തീയതി. അപ്പോൾ 8-ാം തീയതി 10:30-ക്കും 11-നും ഇടയ്ക്ക് കല്യാണം. രമ്യ പറയാ, എന്നാൽ രാധമ്മേ കല്യാണക്കുറി ഇവിടെ അടുപ്പിക്കട്ടെ. ആ ആയിക്കോട്ടെ മോളെ, എന്നാലും ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് രാധമ്മ അങ്ങ് പോവുകയാണ്. ഋതികയും അപ്പുവും കൂടി ഇന്ന് റൂമിലിരുന്ന് സംസാരിക്കുക. അപ്പു പറയുക, രാജുവേട്ടൻ മുത്തശ്ശിയുടെ മുമ്പിൽ മനസ്സ് തുറന്നില്ലല്ലോ ചേച്ചി. സത്യത്തിൽ ഈ രാജുവേട്ടന്റെ മനസ്സിൽ എന്താ ഈ രാജുവേട്ടൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞല്ലോ അപ്പു. എന്തോന്ന് തുറന്നു പറഞ്ഞെന്ന്? ഈ കല്യാണം നടക്കില്ലെന്ന്. അയ്യോ എന്റെ ചേച്ചി, അങ്ങനെ പറഞ്ഞത് ചേച്ചിയോടെ രാജുവേട്ടന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഞാനത് വിശ്വസിക്കത്തുമില്ല ചേച്ചി. മോള് പറഞ്ഞ ശരിയാ, രാജുവിന് എന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ കല്യാണം കഴിക്കാനും പറ്റത്തില്ല. എന്താ ഇങ്ങനെ? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതാ ചേച്ചി ഞാനും പറയുന്നത്, രാജുവേട്ടൻ എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. ഋതിക പൊട്ടിക്കരഞ്ഞോണ്ട് പറയുക, എനിക്ക് രാജുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലപ്പൂ. രാജു എന്നെ മറന്നാൽ ഈ ജീവിതം തന്നെ ഞാൻ വേണ്ടാന്ന് വെക്കുവപ്പൂ. മോളെ അപ്പു, നീ രാജുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. എന്താ മനസ്സിലെന്ന് മോളെന്ന് ചോദിച്ച് മനസ്സിലാക്ക്. ഈ ചേച്ചിയുടെ സങ്കടവും മോള് പറ. ശരി ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ രാജുവേട്ടനെ വിളിക്കാം എന്നും പറഞ്ഞ അപ്പു രാജുവിനെ വിളിക്കുവാണ്. രാജുവേട്ടാ, ഞാൻ അപ്പുവാ. അതിനെന്താ മോളെ, പറഞ്ഞോ. ഞാൻ ഒരു കാര്യം തുറന്ന് ചോദിക്കാനാ രാജുവേട്ടനെ ഇപ്പൊ വിളിച്ചത്. എന്താ അപ്പു? അപ്പു ചോദിച്ചോ. രാജുവേട്ടൻ എന്റെ ചേച്ചിയെ ഇഷ്ടമാണോ അല്ലയോ? അതെന്താ അപ്പു ഇങ്ങനെ ചോദിക്കുന്നത്? ഹൃദയ മേഡത്തോണ്ട് എനിക്കെന്താ ഇഷ്ടക്കുറവ്? അപ്പൂനും ദേഷ്യം വരുന്നുണ്ട്. പിന്നല്ലാതെ രാജുവിന്റെ ഉരുണ്ടുകളി കണ്ട ആർക്കാ ദേഷ്യം വരാത്തത്? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. രാജുവേട്ടൻ എന്റെ ചേച്ചിയെ ഇഷ്ടമാണോ ഇല്ലയോ? ഇഷ്ടമാണ് അപ്പു. പിന്നെന്താ രാജുവേട്ടൻ എന്റെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ ഇത്ര മടി? കല്യാണോ ഇഷ്ടവും രണ്ടല്ലേ അപ്പു? അല്ല, ഒന്നാണ്. ഇഷ്ടപ്പെടുന്നവർ തമ്മിലാണ് കല്യാണം കഴിക്കാറുള്ളത്. അല്ലാതെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രാജുവേട്ടാ ദേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ചേച്ചി ഇവിടെ നിന്ന് കരയുക. ഇതിനൊരു പരിഹാരം ഇന്ന് കണ്ടില്ലെങ്കിൽ ഞാനൊരു വരവ് അങ്ങോട്ടങ്ങ് വരും. അപ്പു അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പു, ഞാൻ ഞങ്ങളുടെ ചേച്ചിക്ക് ഫോൺ കൊടുക്കുക. രാജുവേട്ടൻ ചേച്ചിയോട് സംസാരിക്കും. അപ്പുവിന്റെ കയ്യിൽ നിന്ന് ഋതിക ഫോൺ വാങ്ങി ഹലോ രാജു എന്ന് പറയുമ്പോഴത്തേക്കും രാജു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഹലോ രാജു, ഹലോ രാജു എന്നൊക്കെ അങ്ങനെ ഋതിക വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഋതിക സങ്കടത്തോടെ അപ്പുവിനോട് പറയുന്നു, രാജു ഫോൺ കട്ട് ചെയ്തു. വേണുവേട്ട മുറിക്കകത്തിങ്ങനെ ഓരോന്നോ ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിലിരിക്കുവാണ്. കൊച്ചമ്മണിയാണെങ്കിൽ ജനലിന്റെ റൂട്ടേ കൂടെ പോയി ഇങ്ങനെ വേണുവിനെ നോക്കിയിട്ട് പറയുന്നു, ഇവനിപ്പോ വെടികൊണ്ട കാട്ടുപന്നിയാണ്. ആദ്യം ബഹളി പിടിച്ചോടി, പിന്നെ വട്ടം കറങ്ങി, ദാണ്ട് ഇവിടെ വന്നിപ്പോ മയങ്ങി അങ്ങ് ഇരിക്കുക. മറ്റുള്ളവർക്കൊരു പാര വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എൻ്റെ നിരാശ ഏതായാലും അങ്ങ് മാറി. ഏതായാലും ഈ കുടുംബം കലക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ വരുന്ന ഓണത്തിന് മുമ്പ് തന്നെ ഞാൻ ഈ രാധമ്മയുടെയും വേണുവിൻ്റെയും ഡിവോഴ്സ് അങ്ങ് നടത്തും. പ്രിയ ജയനോട് ചോദിക്കുന്നു, അച്ഛനിങ്ങനെ അടഞ്ഞു നിന്നാലേ ഈ കല്യാണം നടക്കുമോ? എടി, നിന്റെ അച്ഛനെ അടയാനേ എന്താ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണോ? എങ്ങനെ ഈ കല്യാണം നമുക്ക് നടത്തണം? ഇല്ലെങ്കിൽ പിന്നെ രമ്യയുടെ എന്നൊരു ചില്ലി കാശ് പോലും നമുക്ക് കിട്ടത്തില്ല. അയ്യോ എൻ്റെ പ്രിയ, എൻ്റെ അമ്മ ഈ ആകാശവാണി ഇവിടെ നിൽക്കുന്നത് ഓർക്കാതാണല്ലോ എൻ്റെ വായിന്ന് ഇത് വന്നത്. അല്ലടാ മോനെ, ഈ കല്യാണ കച്ചവടത്തിന് എത്ര രൂപയാ രമ്യ നിനക്ക് തരാന്ന് പറഞ്ഞത്? അയ്യോ എൻ്റെ അമ്മ എന്തോ ഈ പറയുന്നു? എൻ്റെ സ്വന്തം അളിയൻ്റെ കല്യാണത്തിന് ഞാൻ കമ്മീഷൻ മേടിക്കുക. എടാ മോനെ, നിന്റെ അമ്മയായി എൻ്റെ 16 അടിയന്തരം നടത്തുന്നതിന് പോലും നീ കമ്മീഷൻ മേടിക്കുന്നവന്. എല്ലാവരും സൂക്ഷിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എൻ്റെ മോനുണ്ടല്ലോ, കിഡ്നി വരെ ഊരി എടുത്തുകൊണ്ടുപോയി വിൽക്കും. കിഡ്നി എന്താ ഊരാൻ പോകുമ്പോഴാണോ ഊരിക്കൊണ്ട് പോകാന്? ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, രമ്യയുടെ കയ്യിൽ നിന്ന് കമ്മീഷനൊക്കെ വാങ്ങിച്ചോ, പക്ഷേ ആ കമ്മീഷന്റെ 33% എനിക്ക് തന്നേക്കണം. രാധമ്മ ചോറുമായിട്ട് വേണുവേട്ടന്റെ മുറിയിലോട്ട് പോവാണ്. അത് കണ്ടിട്ട് കൊച്ചമ്മണി പറയുന്നത്, കണ്ടോടാ, എത്ര വഴക്കായാലും ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കണ്ടോ? ചോറ് കൊണ്ടുപോകുന്ന കണ്ടോ നീ? ഇത് വല്ലതും ആ മൊസറൻ വേണുവിനറിയാവോ? വേണുവേട്ട, ആഹാരത്തിനോട് വാശിയും വൈരാഗ്യവും ഒന്നും വേണ്ട. വേണ്ട, ആഹാരം കഴിക്കും. എനിക്ക് ആഹാരം വേണ്ട, വേണുവേട്ടനോട് ആഹാരം കഴിക്കാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടെന്നല്ലോടി ഈ പറഞ്ഞത് എന്നും പറഞ്ഞ് വേണുവേട്ടൻ ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. എടീ, എൻ്റെ വാക്കിനൊരു വിലയുണ്ട്. അത് പാലിക്കാതെ വന്നാൽ പിന്നെ കെട്ടിത്തൂങ്ങി ചാകുന്നതാ നല്ലത്. രാധമ്മയെ ഒച്ച വെച്ച് പറയുവാണ്. പിന്നെന്താ, എൻ്റെ വാക്കിന് വിലയില്ലയോ? എടീ, നീ വാക്ക് കൊടുത്തപ്പോൾ എന്നോട് ചോദിക്കണമായിരുന്നു. നിങ്ങൾ വാക്ക് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നോ? സരസ്വതി അമ്മ ഇവിടെ വന്നപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വാക്ക് കൊടുത്തത് ഇക്കാലം അത്രയും നന്ദിയും കടപ്പാടുമുള്ള മറ്റൊരു കുടുംബത്തിനാണ്. അവിടുത്തെ ഉപ്പും ചോറും തിന്നാ ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പോഴും ഇവിടെ എല്ലാവരും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാ. ഞാനേ രുക്മിണിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ എൻ്റെ തന്നിഷ്ടം നടത്താനല്ല, ശ്രീലക്ഷ്മിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാ.
നീ ഇനി ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തുള്ളിയാലും രാജു രമ്യയെ കല്യാണം കഴിക്കത്തില്ല. ഇതുവരെ വേണുവേട്ടനും കണ്ടിട്ടില്ലാത്ത ഒരു രൂപവും ഭാവവും അഹങ്കാരവും നിറഞ്ഞ രാധമ്മ പറയുവാണ് രാജു രമ്യയെ കല്യാണം കഴിക്കുകയും ചെയ്യും, അവൾ ഇവിടെ എൻ്റെ മരുമകളായിട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പൊ വിപരീത ബുദ്ധിയായിട്ട് നമ്മുടെ രാധമ്മ പോകുന്നത്. അതെവിടെ പോയി നിൽക്കുമെന്നൊന്നും അറിയില്ല. അവസാനം രാജു ഈ നാടും വീടും വിട്ടു പോവുമോ, അവനിനി സന്യാസ ജീവിതം തന്നെ എടുക്കുവോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.